വരാനിരിക്കുന്ന ബ്രഹ്മോസ് NG സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സുഖോയ് യുദ്ധവിമാനത്തിൽ 5 എണ്ണം വരെ കളിപ്പിക്കാനാകുമെന്നാണ് മുൻ DRDO ചെയർമാൻ ഡോക്ടർ സുധീർ മിശ്ര പറയുന്നത്. ഇതോടെ സുഖോയുടെ Su-30 MKI യുദ്ധവിമാനത്തിന്റെ മാരകശേഷി 10 മടങ്ങ് വർദ്ധിക്കും. നേരത്തെ പഴയ ബ്രഹ്മോസ് മിസൈൽ ഒരെണ്ണം മാത്രമേ അതിൽ ഘടിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പുതിയ മിസൈൽ അതിന്റെ മുൻഗാമികളെക്കാൾ വളരെ ഭാരം കുറഞ്ഞതിനാലാണ് ബ്രഹ്മോസ് NGയിൽ 5 എണ്ണം വരെ ഘടിപ്പിക്കാൻ സാധിക്കുന്നതെന്നാണ് DRDO പറയുന്നത്. ഇത് Su-30 MKI എന്ന സുഖോയ് യുദ്ധവിമാനത്തിന്റെ ആക്രമണ ഫയർ പവറിനെ വൻതോതിൽ വർദ്ധിപ്പിക്കും. കൂടാതെ നിലവിൽ ഉപയോഗിച്ചു വരുന്ന ബ്രഹ്മോസ് A മിസൈൽ ഏകദേശം 2.5 ടൺ ഭാരവും ഏകദേശം 9 മീറ്റർ നീളവുമുള്ള ഒരു ഭീമൻ മിസൈലാണ്. അതിന്റെ വലിയ വലിപ്പ കൂടുതൽ കാരണം ഒരു ബ്രഹ്മോസ് മിസൈൽ മാത്രമേ സുഖോയ് 30 MKIക്ക് വഹിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതേസമയം ബ്രഹ്മോസ് NG ഏകദേശം 1.2 മുതൽ 1.5 ടൺ വരെ ഭാരമുള്ളൂ എന്ന് മാത്രമല്ല നീളം വച്ച് നോക്കുമ്പോൾ വെറും 6 മീറ്ററായി ചുരുങ്ങും. ഈ ഒതുക്കമുള്ള രൂപകൽപ്പന കാരണം വിമാനത്തിന് അതിന്റെ പറക്കൽ പ്രകടനശേഷി നഷ്ടപ്പെടാതെ തന്നെ 5 ബ്രഹ്മോസ് മിസൈലുകളെ വഹിക്കാൻ പ്രാപ്തമാകുന്നുണ്ടെന്നാണ് DRDO പറയുന്നത്. 2026 ആദ്യ പറക്കൽ പരീക്ഷണത്തിനായി നിശ്ചയിച്ചിട്ടുള്ള ബ്രഹ്മോസ് NG വേരിയന്റിൽ കൂടുതൽ രഹസ്യവും കൃത്യവുമായ ആക്രമണങ്ങൾക്കായി ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത അതേ റഡാർ പോലുള്ള നൂതന സാങ്കേതിക വിദ്യയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തിലെ ഈ കുത്തനെയുള്ള കുറവ് സുഖോയ് 30 MKIയുടെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കും. നേരത്തെ ഒരു ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ മാത്രമേ ഘടിപ്പിക്കാനാവുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രത്തെ മാത്രമേ ഒറ്റയടിക്ക് തകർക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ ബ്രഹ്മോസ് NGക്ക് ഒരു യുദ്ധവിമാനത്തിൽ 5 എണ്ണം വരെ പിടിപ്പിക്കാൻ സാധിക്കുമെന്നതിനാൽ നിരവധി വ്യത്യസ്ത ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ, അതായത് ഒരേ സമയം നിരവധി വ്യത്യസ്ത കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ ഈ സുഖോയ്ക്ക് കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനം. കനത്ത സുരക്ഷയുള്ള ഒരു ലക്ഷ്യത്തിൽ ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ വിക്ഷേപിച്ച് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ സാധിക്കും. ഈ 5 മിസൈൽ കോൺഫിഗറേഷൻ നേടുന്നതിന് IAF, അതായത് ഇന്ത്യൻ എയർഫോഴ്സ് സുഖോയ് 30 MKIയുടെ നിലവിലുള്ള 12 ഹാൻഡ് പോയിന്റുകൾ സമർത്ഥമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ഇന്നർ വിംഗ് സ്റ്റേഷനുകളിലാണ്. വലിയ ഡ്രോപ്പ് ടാങ്കുകൾ, ഹെവി ബോംബുകൾ, ആന്റി ഷിപ്പ് ആയുധങ്ങൾ എന്നിവ പോലുള്ള ഭാരമേറിയ പെലോഡുകൾ വഹിക്കാൻ ഈ പൈലോഡുകൾ ഇതിനകം തന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഡ്യുവൽ എഡ്ജർ റാക്കുകൾ അല്ലെങ്കിൽ പ്രത്യേക സമർപ്പിത മൗണ്ടുകൾ ഉപയോഗിച്ച് ശേഷിക്കുന്ന 4 ബ്രഹ്മോസ് എഞ്ചിൻ മിസൈലുകൾ വഹിക്കാൻ ഈ വിംഗ് സ്റ്റേഷനുകൾ തികച്ചും അനുയോജ്യമാണ്. വ്യോമസേനയുടെ 270-ലധികം Su-30 MKI വിമാനങ്ങളിൽ ഏകദേശം 40 എണ്ണം ഇതിനകം തന്നെ ഭാരമേറിയ ബ്രഹ്മോസ് A വഹിക്കാവുന്നതായി ഒരു ഘടനാപരമായി ഒരു പരിഷ്കാരം ഇവിടെ നടത്തിയിട്ടുണ്ട്. ആത്യന്തികമായി 5 സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വരെ ഒരു സുഖോയ് 30 MKI യുദ്ധവിമാനത്തിന് വഹിക്കാൻ കഴിയുമെന്നതിനാൽ ഇന്ത്യയുടെ 230 സുഖോയ് Su-30 MKI പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റ് വിമാനങ്ങളുടെ ബാക്കപ്പ് ഇല്ലാതെ തന്നെ ഒരു സുഖോയ് 30 MKIക്ക് ശത്രു നാവിക യുദ്ധക്കപ്പലുകളുടെ മുഴുവൻ സംഘത്തെയും നശിപ്പിക്കാനോ നിർണായകമായ കര ലക്ഷ്യങ്ങളെ ആക്രമിക്കാനോ നൂതന പ്രതിരോധ ശൃംഖലകളെ സ്വന്തമായി തകർക്കാനോ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ പാകിസ്ഥാന് നേരെ ഇന്ത്യ തോക്കെടുക്കില്ല എന്നതുകൂടി തന്നെ ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. കാരണം ഇനി പാകിസ്ഥാനെ ആക്രമിച്ചാൽ മിസൈലുകളുടെ ഒരു അഭിഷേകമായിരിക്കും ഇന്ത്യ പാകിസ്ഥാന്റെ മേൽ നടത്താൻ പോകുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ സുഖോയ് 30 MKI വിമാനത്തിൽ, അതായത് യുദ്ധവിമാനത്തിൽ 5ഉം 6ഉം ബ്രഹ്മോസ് മിസൈലുകളെ ഘടിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് DRDO പോകുന്നത്.